പൂരയില്ല. 20 വർഷമായിട്ട് ആ സ്ത്രീ അങ്ങനെ നടക്കുക, ഒരു വീടില്ല. ഇതാണ് പോലെ പ്രശ്നം. അപ്പം നമുക്ക് എന്ത് പറയാം, വരൂ നിങ്ങൾ ലൈഫിന് അപേക്ഷ കൊടുക്കും, വരൂ നിങ്ങൾ PMA വഴിയിൽ അപേക്ഷ കൊടുക്കൂ, ആ അപേക്ഷ വരട്ടെ, അപ്പോൾ ഞങ്ങൾ പരിഗണിക്കാം. ഇതോടുകൂടി എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം തീർന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. അത് ഒരു കോൺസെപ്റ്റിനും എല്ലാ മനുഷ്യന്മാരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ആ ഹോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കുറേ ആൾക്കാർ താഴെയുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലേക്കുള്ള ഒരു നടവഴി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ കാര്യം. ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊരു കാക്ക ഉണ്ടായിരുന്നു. അപ്പം അയാൾ ഇങ്ങനെ വന്ന് പറയും അയാൾ വീട്ടിലേക്കുള്ള വഴിയെക്കുറിച്ച്. അപ്പം ഞാൻ ബ്ലോക്ക് പഞ്ചായത്തിലാണ്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മാനദണ്ഡ പ്രകാരം 6 മീറ്ററിൽ കുറഞ്ഞ റോഡുകൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എന്താ, അയാൾ വീട്ടിലേക്ക് റോഡ് ഉണ്ടാക്കാൻ നമുക്ക് മാർഗ്ഗമില്ല, ചെറിയ സ്ഥലമാണ്. പക്ഷെ അയാൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും. അവസാനം വന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ കല്യാണം 3 കൊല്ലമായിട്ട് ശരിയാവുന്നില്ല. അപ്പം എന്താ, റോഡില്ലാത്തതാ. അത് അയാളൊരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ചോദിക്കാൻ പാടില്ല, ആഹാ കല്യാണത്തിൻ്റെ മാനദണ്ഡം ഇതാണോ, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഇതാണോ നോക്കേണ്ടത് എന്ന് തിയറിക്ക് അവിടെ പ്രസക്തി ഇല്ല. പക്ഷെ അയാളെ വീട്ടിൽ ഒരു കല്യാണം റെഡിയാവുന്നില്ല. അയാളുടെ ഭാര്യയ്ക്ക് അസുഖം വന്നു. ആംബുലൻസ് വന്നിട്ട് ആ ആംബുലൻസിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഈ സ്ത്രീയെ ഇവരെല്ലാവരും കൂടി താങ്ങിയെടുത്ത്, വയ്യാത്തൊരു മനുഷ്യനാ, ഇവരെല്ലാവരും കൂടി താങ്ങിയെടുത്തിട്ട് അവിടെ വരെ നടന്നെത്തിക്കണം. അതാണ് വലിയ പ്രശ്നമാണ്. അപ്പം ഈ മോൾത്തട്ടിലിരിക്കുന്ന പോളിസികൾക്ക് ചിലപ്പോൾ ഇത് അറിയൂല, ഓരോ മാനദണ്ഡങ്ങളിൽ ഇത് ഉണ്ടാവില്ല. പ്രാദേശികം എന്ന് പറഞ്ഞാൽ 6 മീറ്ററിൽ അല്ലെങ്കിൽ 4 മീറ്ററിൽ ഒതുങ്ങി നിൽക്കേണ്ട സാധനമാണെന്ന് ഒരു വിചാരിക്കും. 2 അടിയായിരിക്കും ഒരു മനുഷ്യൻ്റെ ഒരു പ്രശ്നം. മനസ്സിൽ തട്ടി അങ്ങനെ വിഷമം തോന്നിയ എന്തെങ്കിലുമൊക്കെ പരാതികൾ അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റിയ എന്തെങ്കിലും? കുറേ ഉണ്ട്. നമുക്ക് ഒന്നാമത് എന്താണെന്നറിയോ, പല സംഭവങ്ങൾ നമ്മൾ ഭയങ്കര നിസ്സഹായരായിപ്പോവും. ഇപ്പം അടുത്തുണ്ടായി സന്തോഷം തോന്നിയൊരു മൊമെന്റ് പറയാം. ഒരു സ്ത്രീ 20 വർഷമായി അവർ വീടിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്കാണ് ഒരു മകനുണ്ട്, ഒറ്റയ്ക്കാണ് ആ സ്ത്രീ കുറേ വർഷങ്ങളായിട്ട് ആ മകനെ പോറ്റി വളർത്തി ഉണ്ടാക്കുന്നത്. ഇപ്പം ഇവർ മാത്രമല്ല, ഒരു മകളുണ്ട്, കല്യാണം കഴിച്ച് പറഞ്ഞയച്ചു. ഇവർക്കൊരു പൂരയില്ല. 20 വർഷമായിട്ട് ആ സ്ത്രീ അങ്ങനെ നടക്കുക, ഒരു വീടില്ല. ഇതാണ് പോലെ പ്രശ്നം. അപ്പം നമുക്ക് എന്ത് പറയാം, വരൂ നിങ്ങൾ ലൈഫിന് അപേക്ഷ കൊടുക്കും, വരൂ നിങ്ങൾ PMA വഴിയിൽ അപേക്ഷ കൊടുക്കൂ, ആ അപേക്ഷ വരട്ടെ, അപ്പോൾ ഞങ്ങൾ പരിഗണിക്കാം. ഇതോടുകൂടി എന്താണ്, എൻ്റെ ഉത്തരവാദിത്വം തീർന്നല്ലോ. പക്ഷെ അങ്ങനെയല്ല. അത് ഞങ്ങളെ അവിടെയുള്ളൊരു പള്ളിയിൽ അച്ഛനോട് ഇവർ ഈ കാര്യം പറഞ്ഞു. പള്ളിയിൽ അച്ഛൻ ഞങ്ങളെ കൂടെ ഉള്ളൊരു മെമ്പറാണ്, അനിൽ പുലിപ്ര എന്ന് പറയും. അനിലിനോട് ഈ കാര്യം പറഞ്ഞു. അപ്പം ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ചേച്ചി കയറിയിരുന്നു. അനിൽ ഇങ്ങനെ നമ്മളടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഇങ്ങനെ ചേച്ചിക്ക് വീടില്ലെന്ന്. കൂട്ടത്തിൽ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നൊരു മെമ്പർ ഉണ്ട്, ബഷീർ വന്നിട്ട്. ബഷീർ പറഞ്ഞു, എൻ്റെ അവിടെ സ്ഥലം ഉണ്ടല്ലോ, ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെ ഞെട്ടിപ്പോയി. ഇതെന്ത്, നമ്മളിങ്ങനെ പറയുമ്പോഴേക്കും ഒരു പരിഹാരം ഉണ്ടാവും. പിറ്റേ ദിവസം തന്നെ ഞങ്ങളെല്ലാവരും കൂടി പോയി നോക്കി. അപ്പം ഇവർ പോയി നോക്കി, ചേച്ചിക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. സ്ഥലം നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് ബഷീർ ആ സ്ഥലം കൊടുത്തു. 20 കൊല്ലത്തിന് 2 മിനിറ്റ് കൊണ്ട് പരിഹാരം ഉണ്ടായി. ആ പരിഹാരം ഉണ്ടാവുന്നത് ആ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നിന്നാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ടെക്നിക്കലി ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സമയമെടുത്ത് മാത്രം പൂർത്തീകരിക്കാൻ പറ്റും. പറഞ്ഞ പോലെ അവർ ലൈഫിൻ്റെ ഇപ്പം നിലവിൽ ലൈഫിൻ്റെ ലിസ്റ്റിലില്ല, PMA വഴി ലിസ്റ്റിലില്ല. ഞാനൊരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ എൻ്റെ സിസ്റ്റം വഴി എന്നെ അതിനെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യൻ അപ്പം തയ്യാറാവുന്ന, അയാൾക്ക് അങ്ങനെ തോന്നണ്ടേ, എനിക്കൊരു സ്ഥലമുണ്ട്, ഈ 5 സെൻറ്റ് സ്ഥലം ഇവർക്ക് കൊടുക്കാം എന്ന് തോന്നണ്ടേ? തോന്നി. അങ്ങനെ തോന്നുന്ന കുറെ മൊമെന്റുകൾക്ക്, അതൊരു മൊമെന്റ്, അങ്ങനെ കുറെ മൊമെന്റുകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാറുണ്ട്. അങ്ങനെയുള്ള മനുഷ്യന്മാരുള്ളൊരു സ്ഥലത്തെ കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP ജനറൽ സെക്രട്ടറി അത്തരം നിരന്തരം ഒരു ചെയിൻ ഓഫ് പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. മറുപടി പറയേണ്ട ആവശ്യം. ഇപ്പൊ അങ്ങനെ വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ വേണമെങ്കിൽ ഞാൻ പറയാം, ഒരു ക്രിസ്തീയ യുവതി അല്ല, അങ്ങനെ ഒരാളാണ് വന്ന് ചോദിക്കുന്നേ. കൊടുക്കുന്നത് അനിലിനോടാണ് പറയണേ, അത് കേൾക്കുന്ന ബഷീറാണ്. ബഷീർ പറയുന്നത് എന്റെ സ്ഥലം എടുത്തോളൂ. അങ്ങനെ ബഷീറിന്റെ സ്ഥലം ഈ ചേച്ചിക്ക് പോകുന്നു. ഞാൻ ചേച്ചിന്റെ പേര് മനപ്പുറം പരാമർശിക്കാം. ഈ ചേച്ചിക്ക് പോകുന്നു. അപ്പം തീവ്രവാദിയായ മുസ്ലിം ഒരു ക്രിസ്ത്യാനിക്ക് സ്ഥലം കൊടുത്തത് എന്തിനാണ് എന്നൊരു ഗൂഢാലോചനക്ക് സ്കോപ്പ് ഉണ്ട്. വെളിവില്ലാത്ത മനുഷ്യന് നമ്മൾ പാർട്ടി എടുത്തൊരു തീരുമാനമാണ്. ഇത്ര നിലവാരമില്ലാത്ത മനുഷ്യന്മാർക്ക് നമ്മൾ മറുപടി എടുക്കണ്ട. പത്മഭൂഷന് വേണ്ടി അദ്ദേഹത്തെ നിർദ്ദേശിക്കാനും ഇവിടെ ആളുണ്ട്, അത് ഉളുപ്പില്ലാണ്ട് ഏറ്റുവാങ്ങാനും ഇവിടെ ആളുണ്ട്. ഇവരെ കുറിച്ചൊന്നും ഈ പറഞ്ഞ പോലെ ഇഗ്നറൻസ് ഇസ് ദ ബെസ്റ്റ് ആൻസർ ടു ദം. നമ്മൾ സംസാരിക്കുന്നില്ല, ഇത്ര നിലവാരമില്ലായ്മ. പക്ഷെ അവർ വിചാരിച്ചു ഇതൊക്കെ അങ്ങ് പോയിക്കോളും. പക്ഷെ അതല്ല, ഈ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്.